പ്രിയപ്പെട്ട പ്രേക്ഷകരെ, BJP നേതാവും അധ്യാപകനുമായ കെ പത്മരാജൻ പ്രതിയായ പാലത്തായ് പീഡനക്കേസ് ശിക്ഷാവിധി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തലശ്ശേരി പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിക്കും. അധ്യാപകനായിരിക്കെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. പ്രതി പത്മരാജനെ കോടതിയിൽ എത്തിച്ചു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നു കണ്ണൂരിൽ നിന്നും. റഹീസ്, ഇവിടെ എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഏതോ സംഘടനകളൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്നൊക്കെ ഈ അധ്യാപകൻ എന്ന് പറയാൻ കഴിയുമെന്ന് അറിയില്ല, കോടതിയിൽ പറയുന്നു. അപ്പോൾ കോടതി പറയുന്നു ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്, എനിക്ക് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് കോടതി ജഡ്ജി പറയുന്ന വാദമൊക്കെ നമ്മൾ ഇടയ്ക്ക് കേട്ടിരുന്നു. റഹീസ്, ശിക്ഷാവിധി എപ്പോഴാണ് പ്രഖ്യാപിക്കുക? എന്താണ് കോടതിയിൽ നിന്നുള്ള വാർത്ത? റഹീസ്. ഹാഷ്മി, രാവിലെ 11 മണിയോടുകൂടി ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ പ്രതിയെ ഹാജരാക്കുമ്പോഴാണ് പത്മരാജൻ പല വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ ശ്രമിച്ചത്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് തനിക്ക് ഭാര്യയും മക്കളും ഒപ്പം തന്നെ വിവാഹം കഴിക്കാത്ത സഹോദരിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സംരക്ഷണം തനിക്കാണ് അതിൻ്റെ ചുമതല. അപ്പോൾ തനിക്ക് ശിക്ഷയിൽ ഇളവ് വേണം എന്നുള്ളൊരു വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇതുപോലെ ഭാര്യ ആത്മഹത്യ ചെയ്യും, അങ്ങനെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതിന് ചില മത തീവ്രവാദികളൊക്കെ ആകും അതിന് പിന്നിൽ, ചില തീവ്രവാദ സംഘടനകളൊക്കെ അതിന് പിന്നിലുണ്ടാകും എന്നുള്ളൊരു വാദത്തിലേക്കൊക്കെ ആ സമയത്തേക്ക് കടക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും കോടതി അതിനെ നിരാകരിച്ചുകൊണ്ട് ഈ കേസിൽ കുറ്റക്കാരനാണ് പത്മരാജ് എന്ന് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റു വാദങ്ങൾക്കൊന്നും ഇപ്പോൾ സ്ഥാനമില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിനോട് അത് പറയുകയും ആ ഒരു വാദത്തിനെ അപ്പോൾ തന്നെ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാദം പിന്നീട് അദ്ദേഹത്തിന് ഉയർത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് പ്രധാനമായിട്ടും എന്തൊക്കെ അർത്ഥത്തിൽ എന്തൊക്കെ മാനുഷിക പരിഗണനയിലാണ് അദ്ദേഹത്തിന് ഇളവ് നൽകേണ്ടത് എന്നുള്ളൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം ഇതുപോലെ ആ ഭാര്യയുടെ അച്ഛൻ മരിച്ചിട്ട് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ, മകൻ രോഗിയാണ്, അങ്ങനെ കുട്ടിയുടെ രോഗകാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇളവിന് ശ്രമിച്ചു. എന്നാൽ പ്രോസിക്യൂഷൻ പറഞ്ഞതാകട്ടെ ഇതുപോലൊരു അധ്യാപകൻ ഒരു ദരിദ്ര ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ്, 10 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയോടാണ് കൊടും ക്രൂരത ചെയ്തതായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്, അതും സ്കൂളിൽ വെച്ചിട്ട് നടത്തിയൊരു ക്രൂരത. അപ്പോൾ സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെയാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നത്. അത്ര പൈശാചികമായിട്ടുള്ളൊരു ഉപദ്രവമാണ് കുട്ടിക്ക് നേരെ ഉണ്ടായത്. അപ്പോൾ നിലവിൽ തെളിഞ്ഞിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിന് വധശിക്ഷ അടക്കം നൽകാൻ കഴിയും. അപ്പോൾ പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഈ കോടതി ഇത് പരിഗണിച്ച ശേഷം 3 മണിക്ക് ശിക്ഷാവിധി നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2 വാദങ്ങളും കേൾക്കുമ്പോൾ കോടതി നിലവിൽ എത്ര അറ്റം വരെയുള്ള ശിക്ഷ, പരമാവധി ശിക്ഷ നൽകുമോ അതിൽ താഴെ ഉള്ള ശിക്ഷയാകുമോ നൽകുക എന്നതൊക്കെയും വളരെ പ്രധാനമാകും. കാരണം ഇന്ന് അവസാന ദിവസം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ശേഷവും പ്രതി ഉന്നയിക്കുന്ന വാദങ്ങൾ തന്നെ ഇതിലേക്ക് കുടുക്കിയതാണെന്നും ചില മതസംഘടനകൾ ഇതിന് പിന്നിലുണ്ടെന്നും ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പിന്നിലുണ്ടോ എന്നതും അടക്കമുള്ള വാദങ്ങളാണ് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രതിഭാഗം അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വാദങ്ങൾക്ക് കോടതി ഏതൊക്കെ തരത്തിലുള്ള ഒരു മാനം നൽകും, ഏത് തരത്തിലാകും കോടതി അതിനെ പരിഗണിക്കുക, എന്തൊക്കെ തരത്തിൽ അതിന് ഇളവ് നൽകും എന്നതടക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.